ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ ആർമി നടത്തിയ ഒരു വ്യോമാക്രമണത്തിൽ 46 പേര് ഇന്നലെ കൊല്ലപ്പെട്ടു. കിഴക്കൻ പക്തിക പ്രവിശ്യയില് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? അതായത് അഫ്ഗാനിസ്ഥാനും താലിബാനികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായ സമയത്ത് താലിബാൻ വിസ്മയമാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ ഭീകര മാധ്യമങ്ങൾ എഴുതിയത്. അങ്ങനെ പറയാതെ വയ്യ. കാരണം ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം മുഖ്യധാരാ മാധ്യമങ്ങൾ നമുക്കിടയിലുണ്ട്. അവർക്ക് ഹമാസ് പോരാളികളാണ്. അവരെ കൊന്നൊടുക്കിയ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടിട്ട് പോലും ഇവിടെയുള്ള ഹമാസോളികളെയും താലിബാനോളികളെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അവർക്കപ്പോഴും ജൂതന്മാരുടെ മുകളിൽ കയറാനായിരുന്നു ഇവർക്ക് ധൃതി. കാരണം ജൂതന്മാരാണ് ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ളവർ. ജൂതന്മാരെ അടിക്കാനായിരുന്നു ഇവർക്ക് എളുപ്പം. ഇവരൊരിക്കലും ഹമാസ് ചെയ്ത ഭീകരതയെ സംബന്ധിച്ച് സംസാരിച്ചതേയില്ല. താലിബാൻ ചെയ്ത ഭീകരതയെ കുറിച്ച് അവർ സംസാരിച്ചതേയില്ല. കാരണം അവർക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരതകളെ സംബന്ധിച്ച് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവരാരോടൊപ്പമാണ് ഇവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. റാഫയിലെയും ഗാസയിലെയും ഖാൻ യൂനിസിലെയും അവിടുത്തെ മാത്രം സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണും. കാരണം എന്താ? അത് മുസ്ലിം കരച്ചിലാണ്. എതിർഭാഗത്താര ജൂതന്മാർ. പാകിസ്ഥാനിലും അഫ്ഗാനിലും തമ്മിൽ നടക്കുന്ന ഈ കൊല്ലപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും നിങ്ങൾ കാണാത്തത് എന്താ? രണ്ട് ഭാഗത്തും മുസ്ലിങ്ങളല്ലേ. നമ്മളിനിയിപ്പോൾ എന്തോന്ന് പറയാൻ? ആരുടെ കൂടെ നിൽക്കാനാ? ഇപ്പൊ അഫ്ഗാനികളുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതുവരെ താലിബാനികളെ നമ്മൾ വിസ്മയം എന്ന് പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും. പാകിസ്ഥാനികളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? അതുമില്ല. പാകിസ്ഥാൻ ആക്രമണം ക്രൂരമാണ് എന്ന് വിശേഷിപ്പിച്ച താലിബാൻ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ അപലപിച്ചു. ആരാ? താലിബാൻ പ്രതിരോധ മന്ത്രാലയം. ഈ താലിബാനികള് അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോഴും ഇരകളാക്കപ്പെട്ടതാരാ? സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. അവരുടെ കണ്ണീരിനെ സംബന്ധിച്ച് ഇവർ സംസാരിച്ചില്ലല്ലോ. അന്നും താലിബാൻ ചെയ്ത ക്രൂരതയോട് നമ്മൾ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളെ കൊണ്ട് സാധിക്കും വിധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. അതിനെയും താലിബാൻ കാണിച്ചാലും അഫ്ഗാൻ കാണിച്ചാലും ഹമാസ് കാണിച്ചാലും ജൂതപ്പട കാണിച്ചാലും ഇരകളാക്കപ്പെടുന്ന ആളുകളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുക. ഇവിടെയെല്ലാം സ്ത്രീകളും കുട്ടികളുമാണ് ഇവരുടെയൊക്കെ നിരന്തര ബലിയാടുകളിൽ ഇടം പിടിക്കുന്നത്. അഫ്ഗാനിലെ ബാർമാൽ ജില്ലയില് 4 പോയിന്റുകളിലായിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരു വീട്ടിലുണ്ടായിരുന്ന 18 പേരാണ് കൊല്ലപ്പെട്ടത്. അത് പാകിസ്ഥാന്റെ ആക്രമണമായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അങ്ങ് മുക്കി. കാരണം നമുക്കെപ്പോഴും പാകിസ്ഥാൻ ചങ്കിലാണല്ലോ. അപ്പൊ ആ ചങ്കിലുള്ള പാകിസ്ഥാനെ എങ്ങനെ പറയും? അപ്പൊ ഒരു വീട്ടിലെ 18 പേര് യുദ്ധമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇസ്രായേലിലേക്ക് പോകാമെന്ന്. ഓൾ ഐസ് ഓൺ റാഫ. ഇതുവരെ റാഫയിൽ നിന്നും തിരിച്ചെത്താത്ത കണ്ണുകൾ എങ്ങനെ പാകിസ്ഥാനികൾ ചെയ്ത അഫ്ഗാനിലെ ഈ കൊലകൾ കാണും? താലിബാനികൾ കിടന്ന് നിലവിളിക്കുന്നത് എങ്ങനെ കാണും? താലിബാനികൾ വിതച്ചതാണ് കൊയ്യുന്നത്, അത് വേറെ. സ്വന്തം പ്രദേശത്തിന്റെ പരമാധികാരത്തിന്റെ സംരക്ഷണം അനിഷേധ്യമായ അവകാശമാണ് എന്നും പാകിസ്ഥാന്റെ ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തികൾക്ക് മറുപടി നൽകുമെന്നും താലിബാൻ വ്യക്തമാക്കി. ഇവരിനെയും തമ്മിയാകുന്നതല്ല. ഇതുവരെ RSSനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ടും ഐസിസ് എന്നും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. സിറിയയിൽ RSSകാരുണ്ടോ? പലസ്തീനിൽ RSSകാരുണ്ടോ? അഫ്ഗാനിൽ RSSകാരുണ്ടോ? ഇറാനിലുണ്ടോ RSSകാര്? അല്ല, അവരെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടു. 2021 അഫ്ഗാനിൽ താലിബാൻ അധികാരമേറ്റതു മുതൽ
പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാണ്. അഫ്ഗാനികൾ കുറച്ചുകൂടി ലിബറലാണ്. അഫ്ഗാനിലെ ജനത സ്വതന്ത്രമായി ജീവിച്ചിരുന്നു. താലിബാനികൾ അധികാരമേറ്റതോടുകൂടി പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും ഒക്കെ കുഞ്ഞുമക്കൾ മറയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരുന്ന് പഠിക്കേണ്ടി വന്നു. 4-ാം ക്ലാസ് വരെ മാത്രം. അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസവുമില്ല. പാകിസ്ഥാൻ മണ്ണ് ലക്ഷ്യമിടുന്ന തീവ്രവാദികൾക്ക് കാബൂൾ അഭയം നൽകുന്നു എന്നാണ് ഇസ്ലാമാബാദിന്റെ ആരോപണം. അപ്പോൾ ഇന്ത്യ എന്ത് പറയണം? ഇന്ത്യ ലക്ഷ്യമിടുന്ന ഒരുപാട് തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്നുണ്ടല്ലോ. ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ ഭീകരനായ സാക്കിർ നായിക്കിനെ പ്രത്യേകമായ വിരുന്നൊരുക്കി, സദസ്സൊരുക്കി, അയാളെ മുഖ്യ അതിഥിയായി വിളിച്ചു കൊണ്ടുവന്ന് പാകിസ്ഥാൻ ആദരിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞിരുന്നു, അയാളെ ഞങ്ങൾക്ക് കൈമാറണം, അതാണ് നിയമം. പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല. വിതച്ചത് കൊയ്യും, കുറച്ചൊന്ന് കാത്തിരിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഒന്നിലും ധൃതി കാണിക്കരുത്. നമ്മളോട് ആരെന്ത് ചെയ്താലും അവർ കയ്പ് നീര് കുടിക്കുന്ന ഒരു ദിവസം വരും. ഒരല്പം ചിലപ്പോൾ അങ്ങോട്ട് നീളുന്നതിനനുസരിച്ച് കിട്ടുന്ന കയ്പ് നീര് കൂടും. അങ്ങനെ വിചാരിച്ചാൽ മതി. അനാവശ്യമായിട്ട് നമ്മളെ ആര് വേദനിപ്പിച്ചാലും ഫലം കിട്ടിയിരിക്കും. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരുപാട് ശത്രുക്കളെ കൊണ്ടുവന്ന് തീറ്റിപ്പൂറ്റി അവർക്ക് വേണ്ടുന്ന എല്ലാ ശിക്ഷണവും സഹായ സഹകരണങ്ങളും സാമ്പത്തിക സഹായവും നൽകി വളർത്തി വലുതാക്കിയപ്പോൾ നമുക്കെതിരെയും മറ്റൊരു വിഭാഗത്തെ ആരൊക്കെയോ എവിടെയൊക്കെയോ വളർത്തുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ ചിന്തിച്ചതേയില്ല. ഇപ്പോഴാണ് പറയുന്നത്, പാകിസ്ഥാനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഒരുപാട് തീവ്രവാദികളെ താലിബാനുകൾ ഇപ്പോൾ കാബൂളിൽ സൂക്ഷിച്ചു വരുന്നുണ്ടത്രേ, പരിശീലനം നൽകി വരുന്നുണ്ടത്രേ, സഹായ സഹകരണങ്ങൾ നൽകി വളർത്തുന്നുണ്ടത്രേ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പക്തൂൺഖാം പ്രവിശ്യയിലെ ചെക്ക് പോസ്റ്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 16 പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാനാണ് ഏറ്റെടുത്തത്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. ഇവരങ്ങോട്ട് 10 പേരെ കൊല്ലുമ്പോൾ അവരിങ്ങോട്ട് 16 പേരെ കൊല്ലും. പിന്നീട് ഇവരങ്ങോട്ട് 32 പേരെ കൊല്ലും, അവരിങ്ങോട്ട് 64 പേരെ കൊല്ലും. അങ്ങനെ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് അല്ലാഹു അക്ബർ. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലാഹു ഇത്രമാത്രം സന്തുഷ്ടനായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പറയാനില്ല. അല്ലാഹു അങ്ങേയറ്റം സന്തുഷ്ടനാണ്. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ ഇവരെ കൊല്ല വിളിക്കുന്നത്. കഴുകനെ പോലെ ഇദ്ദേഹം ഇങ്ങനെ മാറിയിരുന്ന് ഇവർ 2 പേരും തമ്മിലടിക്കുമ്പോൾ വീഴുന്ന ചോര കണ്ട് ആർമാദിക്കുന്ന ഒരു കാരുണ്യവാനായ പടച്ചോൻ, ആ പടച്ചോനെ ഒഴിവാക്കിയതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നന്ദി.